ഇനി പറയാനുള്ളത് പുതിയ കാലത്തിന്റെ സെൻസേഷനായ ഒരു പാട്ടുകാരനെ പറ്റിയാണ്. വേടൻ എന്ന ന്യൂജൻ റാപ്പർ. ന്യൂജൻ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നലെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന വേടന്റെ പാട്ട് പരിപാടി വേറെ ലെവലായിരുന്നു. ഒരേ തീ. പക്ഷേ പരിപാടി കത്തി വന്നപ്പോഴേക്കും സീൻ ഡെഡായി. പോലീസുകാർക്ക് ബാഡ് അടിച്ചു, പരിപാടി നിർത്തിച്ചു. പോലീസ് ചെയ്തത് തെറ്റെന്നല്ല പറഞ്ഞു വരുന്നത്. വേടനെ കേൾക്കാൻ ഇത്ര വലിയ കുട്ടിക്കൂട്ടം ഇരച്ചെത്തുമെന്ന് പോലീസിനും സംവിധാനങ്ങൾക്കും ആദ്യം തിരിഞ്ഞിരുന്നില്ല. നിശാഗന്ധിയിൽ ഇന്നലെ പൂഴിയിട്ടാൽ താഴാത്ത കൂട്ടമായിരുന്നു. 20,000-നടുത്ത് ചെറുപ്പക്കാരാണ് ഇരച്ചെത്തിയത്. നിശാഗന്ധി എന്ന സ്ഥലം പരിചയമുള്ളവർക്കറിയാം എത്ര വലിയ സ്പേഷ്യസ് ആയ സ്ഥലമാണെന്ന്. പക്ഷേ തിരക്ക് കാരണം 4 പാട്ട് പാടിയപ്പോഴേ പോലീസിന് ഇടപെട്ട് പരിപാടി നിർത്തിക്കേണ്ടി വന്നു. മേൽക്കൂരയിലും മരക്കൊമ്പിലുമെല്ലാം വേടനെ കാണാൻ കയറിയ കുട്ടികൾക്ക് അപകടമൊന്നും പറ്റാതിരിക്കാൻ. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഈ ചെറുപ്പക്കാരന്റെ പരിപാടി എവിടെ വെച്ചാലും അവിടെല്ലാം ഈ വിധം ചെറുപ്പക്കാർ കൂട്ടം കൂടുകയാണ്. പാട്ട് മാത്രമല്ല വേടൻ പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പാട്ടിനൊപ്പം രാഷ്ട്രീയവും പറയുന്ന ഈ പുത്തൻ തലമുറ പാട്ടുകാരനെ എന്തേ കുട്ടികൾക്ക് പ്രിയം. തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന സഹകരണ എക്സ്പോയിലെ പരിപാടിയിലാണ് റാപ്പർ വേടൻ എത്തിയത്. നിശാഗന്ധി ഓപ്പൺ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. കസേരയിട്ടാൽ 2800 മുതൽ 3000 പേർക്ക് പരിപാടി കാണാൻ സൗകര്യമുണ്ട്. കസേരയില്ലാതെ നിൽക്കുകയാണെങ്കിൽ പരമാവധി 6000 പേർക്ക് കാണാം. എന്നാൽ ഇന്നലെ 15,000-നും 20,000-നും ഇടയിൽ ആളുകൾ വേടനെ കേൾക്കാൻ എത്തിയെന്നാണ് പോലീസ് കണക്ക്. വേദിയുടെ എതിർവശത്തുള്ള ഓടിട്ട മേൽക്കൂരകളിൽ വരെ ന്യൂജൻ പിള്ളേർ കയറിക്കൂടി. ഓട് ഇളകി വീണു. നിയന്ത്രണത്തിനായി താൽക്കാലികമായി സ്ഥാപിച്ചിരുന്ന ഷീറ്റുകളും യുവാക്കൾ എടുത്തുകളഞ്ഞു. ഇതോടെ അപകടം മണത്ത സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പോലീസും സംഘാടകരെ കാര്യം ധരിപ്പിച്ചു. 4 പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വേടന്റെ പരിപാടി അവസാനിപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല, സമീപ ജില്ലകളായ കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് വരെ യുവാക്കൾ വേടനെ കേൾക്കാനെത്തിയിരുന്നു. വണക്കം വണക്കം വണക്കം. ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ട് എന്റെ സൗണ്ട് ചെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ 5 മിനിറ്റ്